വെൽക്കം. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സൊല്യൂഷൻസ്. സെക്ഷൻ 1 ഇൻട്രൊഡക്ഷൻ. സൊല്യൂഷൻസിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്, ആമുഖം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് സൊല്യൂഷൻ? എന്താണ് സൊല്യൂഷൻ? ലായനി എന്ന് മലയാളത്തിൽ പറയും. Homogeneous mixture of two or more components is called solution. രണ്ടോ അതിലധികമോ, ടു ഓർ മോർ, രണ്ടോ അതിലധികമോ കമ്പോണന്റുകൾ ചേർന്നുണ്ടായ ഹോമോജീനിയസ് മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ. സൊല്യൂഷന് ഒരു എക്സാമ്പിൾ പറയാം. ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനി. പഞ്ചസാര വെള്ളത്തിൽ അലിയിച്ചാൽ പഞ്ചസാര ലായനിയായി, നമുക്കറിയാം. പഞ്ചസാര വെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. മധുരം എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും. ഇങ്ങനെ യൂണിഫോം കോമ്പോസിഷൻ ഉള്ള മിക്സ്ചറുകളെ വിളിക്കുന്ന പേര് ഹോമോജീനിയസ് മിക്സ്ചർ എന്നാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഞ്ചസാരയും വെള്ളവും ചേർന്നാൽ അത് ഹോമോജീനിയസ് മിക്സ്ചറാണ്. ഹോമോജീനിയസ് മിക്സ്ചറുകളെ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ. പഞ്ചസാരയും വെള്ളവും രണ്ട് കമ്പോണന്റുകൾ മാത്രമേ ഉള്ളൂ. പഞ്ചസാര ലായനി അല്പം ഉപ്പും കൂടെ ചേർത്താലോ 3 കമ്പോണൻ്റായി. അപ്പോൾ രണ്ടോ അതിലധികമോ കമ്പോണന്റുകൾ സൊല്യൂഷനിൽ ഉണ്ടാവാം. ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് സൊല്യൂഷൻ? ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more components is called solution. ഓക്കെ, അടുത്ത ചോദ്യം, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട്. സൊല്യൂഷനിൽ 2 കമ്പോണന്റുകളാണ് പൊതുവെ ഉണ്ടാവുക. ഒന്ന് സോൾവെന്റ്, മറ്റൊന്ന് സൊല്യൂട്ട്. ഒന്നിലധികം സൊല്യൂട്ടുകൾ ഉണ്ടാവാം. സോൾവെന്റ് പൊതുവെ ഒന്നാണ് ഉണ്ടാവുക. അപ്പോൾ എന്താണ് സോൾവെന്റ്, എന്താണ് സൊല്യൂട്ട് എന്ന് നോക്കാം. ദ കമ്പോണന്റ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ എക്സസ് ഈസ് കോൾഡ് സോൾവെന്റ്. അതായത് കൂടുതലായി കാണുന്ന കമ്പോണന്റിനെയാണ് സോൾവെന്റ് എന്ന് പറയുന്നത്. പഞ്ചസാര ലായനി ഉണ്ടാക്കുമ്പോൾ വെള്ളമാണ് കൂടുതൽ എടുക്കുന്നത്, അതുകൊണ്ട് വെള്ളമാണ് സോൾവെന്റ്. പഞ്ചസാര വെള്ളത്തിനെ അപേക്ഷിച്ച് കുറവാണ്, അതുകൊണ്ട് പഞ്ചസാരയെ വിളിക്കുന്ന പേര് സൊല്യൂട്ട് എന്നാണ്. ദ കമ്പോണന്റ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ എക്സസ് ഈസ് കോൾഡ് സോൾവെന്റ്. ദ കമ്പോണന്റ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ സ്മോളർ എമൗണ്ട്സ് ഈസ് കോൾഡ് സൊല്യൂട്ട്. ഓക്കെ അല്ലോ. സോൾവെന്റിൻ്റെ മലയാളം ലായകം എന്നാണ്, സൊല്യൂട്ടിൻ്റെ മലയാളം ലീനം എന്നാണ്. ഒരു ഡെഫിനേഷൻ കൂടെ ഉണ്ട്, ഇതും കൂടെ പഠിച്ചാൽ നല്ലതാണ്. പഞ്ചസാര ലായനിയിൽ വെള്ളം ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ഷുഗർ സോളിഡ് സ്റ്റേറ്റിലാണ്, അല്ലേ? ഷുഗർ സോളിഡ് സ്റ്റേറ്റിലും വെള്ളം ലിക്വിഡ് സ്റ്റേറ്റിലുമാണ്. ഇനി ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണെന്ന് നോക്കൂ, ലിക്വിഡാണ്. അപ്പോൾ ഷുഗർ സൊല്യൂഷൻ ലിക്വിഡാണ്, വെള്ളവും ലിക്വിഡാണ്. അപ്പോൾ ഷുഗർ സൊല്യൂഷൻ്റെ അതേ ഫിസിക്കൽ സ്റ്റേറ്റുള്ള കമ്പോണൻ്റ് വെള്ളമാണ്, അല്ലേ? സൊല്യൂഷൻ്റെ അതേ ഫിസിക്കൽ സ്റ്റേറ്റുള്ള കമ്പോണൻ്റ് വെള്ളമാണ്, അതുകൊണ്ട് അതിനെ സോൾവെൻ്റ് എന്ന് വിളിക്കാം. അപ്പം അങ്ങനെ ഒരു നിയമമുണ്ട്. The component which has the same physical state as that of solution is known as solvent. സൊല്യൂഷൻ്റെ അതേ ഫിസിക്കൽ സ്റ്റേറ്റുള്ള കമ്പോണൻറ്റിനെ സോൾവെൻറ്റ് എന്ന് വിളിക്കാം. സൊല്യൂഷൻ്റെ അതേ ഫിസിക്കൽ സ്റ്റേറ്റുള്ള കമ്പോണൻറ്റിനെ സോൾവെൻറ്റ് എന്ന് വിളിക്കാം. പഞ്ചസാര ലായനി ലിക്വിഡാണ്, വെള്ളവും ലിക്വിഡാണ്, അതുകൊണ്ട് വെള്ളമാണ് സോൾവെൻറ്റ്. ഈ ഡെഫിനേഷൻ പഠിക്കണമെന്നില്ല, ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം. ആദ്യത്തെ 2 പഠിച്ചാൽ മതി, സോൾവെന്റ്, സൊല്യൂട്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
രണ്ട് കമ്പോണൻറ്റുകളുള്ള സൊല്യൂഷനെ വിളിക്കുന്ന പേരെന്താണ്? ബൈനറി സൊല്യൂഷൻ. എ സൊല്യൂഷൻ ഹാവിംഗ് ടു കമ്പോണൻസ് ഈസ് കോൾഡ് ബൈനറി സൊല്യൂഷൻ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈനറി സൊല്യൂഷനെ കുറിച്ചാണ്. അടുത്ത ചോദ്യം, ഗീവ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷൻസ്. സൊല്യൂഷൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് നോക്കാം. ഉത്തരം പറയുകയാണ്, ദർ ആർ 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്. 3 തരം സൊല്യൂഷൻസ് ഉണ്ട്. 1 സോളിഡ് സൊല്യൂഷൻ, 2 ലിക്വിഡ് സൊല്യൂഷൻ, 3 ഗ്യാഷിയസ് സൊല്യൂഷൻ. സോളിഡ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, പിന്നെ ഗ്യാഷിയസ് സൊല്യൂഷൻ. അടുത്ത ചോദ്യത്തിലേക്ക്, വാട്ട് ഈസ് എ സോളിഡ് സൊല്യൂഷൻ? സോളിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾവെന്റ് സോളിഡ് ആണെങ്കിൽ സോളിഡ് സൊല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. സോൾവെന്റ് ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് സൊല്യൂഷൻ, സോൾവെന്റ് ഗ്യാസ് ആണെങ്കിൽ ഗ്യാഷിയസ് സൊല്യൂഷൻ. അപ്പോൾ ആ 3 ചോദ്യങ്ങളും ഒന്നിച്ച് പറയാം. ഇഫ് ദ സോൾവെന്റ് ഈസ് സോളിഡ്, ദ സൊല്യൂഷൻ ഈസ് നോൺ ആസ് സോളിഡ് സൊല്യൂഷൻ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ ലിക്വിഡ് സൊല്യൂഷൻ? ഇഫ് ദ സോൾവെന്റ് ഈസ് ലിക്വിഡ്, ദ സൊല്യൂഷൻ ഈസ് നോൺ ആസ് ലിക്വിഡ് സൊല്യൂഷൻ. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും പെട്ടെന്ന്, അതുകൊണ്ട് ഒരു തവണയും പറയുന്നുണ്ട്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ ഗ്യാഷിയസ് സൊല്യൂഷൻ? ഇഫ് ദ സോൾവെന്റ് ഈസ് ഗ്യാസ്, ദ സൊല്യൂഷൻ ഈസ് നോൺ ആസ് ഗ്യാഷിയസ് സൊല്യൂഷൻ. അപ്പോൾ 3 തരം സൊല്യൂഷൻസ് ആണ്: സോളിഡ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, ഗ്യാഷിയസ് സൊല്യൂഷൻ. സോൾവെന്റ് സോളിഡ് ആണെങ്കിൽ സോളിഡ് സൊല്യൂഷൻ, സോൾവെന്റ് ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് സൊല്യൂഷൻ, സോൾവെന്റ് ഗ്യാസ് ആണെങ്കിൽ ഗ്യാഷിയസ് സൊല്യൂഷൻ. നോട്ടൊക്കെ എഴുതിയെടുക്കണം. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം, ഗീവ് ദ ടൈപ്പ് ഓഫ് സോളിഡ് സൊല്യൂഷൻസ്. ഇത് നോക്കൂ, സോളിഡ് സൊല്യൂഷൻ എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് ഉണ്ട്. ഈ കോളങ്ങളെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ സൊല്യൂട്ട് എഴുതണം, ഇവിടെ സോൾവെന്റ്. സോൾവെന്റ് സോളിഡ് ആയിരിക്കും, കാരണം സോളിഡ് സൊല്യൂഷൻ ആണെങ്കിൽ സോൾവെന്റ് സോളിഡ് ആണല്ലോ. സോളിഡ് സോളിഡ് സോളിഡ്. ഓക്കെ, പിന്നെ എക്സാമ്പിൾസ് ആണ്. നന്നായിട്ട് നോക്കൂ, സൊല്യൂട്ട് സോളിഡാണ്, സോൾവെന്റും സോളിഡാണ്. ഇത്തരത്തിലുള്ള സൊല്യൂഷൻസിനെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. എക്സാമ്പിൾ അലോയ്സ് ആണ്. അലോയ്സ് ലോഹസങ്കരങ്ങൾ. എക്സാമ്പിൾ ബ്രോൺസ്. നമ്മൾ ഓട്ടുപാത്രം എന്നൊക്കെ പറയാറുണ്ട്. ഓട്ടുപാത്രം. കോപ്പറും ടിന്നും ചേർന്നാണ് ബ്രോൺസ് ഉണ്ടാവുന്നത്. കോപ്പറും ടിന്നും, Cu+Sn. ടിന്നിൻ്റെ സിമ്പൽ Sn ആണ്. ബ്രോൺസ്. കോപ്പറാണ് സോൾവെന്റ്, ടിന്നാണ് സൊല്യൂട്ട്. ബ്രാസ് പിച്ചള. കോപ്പറും സിങ്കും ചേർന്നതാണ്. അപ്പം ലോഹങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്താൽ അതിനെ അലോയ്സ് എന്നാണ് വിളിക്കുന്നത്. ഇത് സൊല്യൂഷൻ എക്സാമ്പിളാണ്. ഏത് ടൈപ്പാണ്? സോളിഡ്. നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണ്ണമാല, അതിൽ ചെമ്പും ചേർത്തിട്ടുണ്ട് അല്ലേ? കൂടുതൽ സ്വർണ്ണമാണ്. അപ്പോൾ സ്വർണം സോൾവെന്റ്, ചെമ്പ് സൊല്യൂട്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണ്ണമാല സൊല്യൂഷൻ്റെ ഫോമിലാണ് ഉപയോഗിക്കുന്നത്. സ്വർണവും ചെമ്പും അതിലുണ്ട്. ലോഹസങ്കരമാണ്, അലോയ്. ഓക്കെ, ഒരുപാട് അലോയ്സ് ഉണ്ട്, 2 മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബ്രോൺസിൽ കോപ്പറും ടിന്നും, ബ്രാസിൽ കോപ്പറും സിങ്കും. ഓക്കെ, അടുത്തത് ലിക്വിഡ് സോളിഡിൽ വരണം. ലിക്വിഡ് സോളിഡിൽ വരണം. എക്സാമ്പിൾ മെർക്കുറി സിങ്കിൽ വരും. ഇതിനെ അമാൽഗം എന്നാണ് വിളിക്കുന്നത്. മെർക്കുറി ചേർന്ന ലോഹ സംയുക്തങ്ങളെ വിളിക്കുന്ന പേരാണ് അമാൽഗം. മെർക്കുറി സിങ്കിൽ, ലിക്വിഡ് സോളിഡിൽ. അങ്ങനെ പഠിക്കണം. മെർക്കുറി സിങ്കിൽ, ലിക്വിഡ് സോളിഡിൽ. ഓക്കെ, അടുത്ത ഗ്യാസ് സോളിഡിൽ വരണം.
ഹൈഡ്രജൻ ഗ്യാസാണ്. ഹൈഡ്രജൻ പല്ലേഡിയം എന്ന് പറയുന്ന മെറ്റലിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കും. പല്ലേഡിയത്തിൻ്റെ സർഫേസിൽ ചെറിയ സുഷിരങ്ങളുണ്ട്, പോർസ് ഉണ്ട്, അതിൽ ഒളിച്ചിരിക്കും. അപ്പോൾ ഹൈഡ്രജൻ പല്ലേഡിയത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കും. അപ്പോൾ അത് ഏതിന് എക്സാമ്പിളാണ്? ഗ്യാസ് സോളിഡ് സൊല്യൂഷനാണ്. അപ്പോൾ സോളിഡ് സൊല്യൂഷൻ 3 ടൈപ്പ് ഉണ്ട്. സോളിഡ് സൊല്യൂഷൻ, ലിക്വിഡ് സോളിഡ് സൊല്യൂഷൻ, മറ്റൊന്ന് ഗ്യാസ് സോളിഡ് സൊല്യൂഷൻ. എക്സാമ്പിൾ ബൈ ഹാർട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഗീവ് ദ ടൈപ്പ് ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ്. ലിക്വിഡ് സൊല്യൂഷൻസിൻ്റെ പ്രത്യേകത നോക്കാം. ഏതൊക്കെ ടൈപ്പ് ഉണ്ട് ലിക്വിഡ് സൊല്യൂഷൻസ്? സോൾവെൻ്റ് ലിക്വിഡാണ്. നോക്കൂ, ലിക്വിഡ് എല്ലാം ലിക്വിഡാണ്. ആദ്യത്തെ കേസ് സോളിഡ് ലിക്വിഡിൽ വരണം, അതായത് സൊല്യൂട്ട് സോളിഡാണ്. സോളിഡ് ലിക്വിഡിൽ വരണം. എല്ലാവർക്കും പരിചയമുള്ള എക്സാമ്പിളാണത്. സോളിഡ് ലിക്വിഡിൽ വരുന്ന കേസ് ഷുഗർ വെള്ളത്തിൽ വന്നാൽ മതി, ഷുഗർ സൊല്യൂഷൻ. ഗ്ലൂക്കോസ് വെള്ളത്തിൽ വന്നാൽ മതി, ഗ്ലൂക്കോസ് സൊല്യൂഷൻ. ഉപ്പ് വെള്ളത്തിൽ വന്നാൽ മതി, സോൾട്ട് സൊല്യൂഷൻ. ഇപ്പം എക്സാമ്പിൾ കിട്ടാൻ പ്രയാസമല്ല. സോളിഡ് ലിക്വിഡിൽ വരണം. അടുത്ത ലിക്വിഡിൽ വരണം. ലിക്വിഡിൽ വരണം. എക്സാമ്പിൾ എത്തനോൾ ഇൻ വാട്ടർ. വെള്ളമെടുത്തു, അല്പം എത്തനോൾ ചേർത്തു, രണ്ടും കൂടെ നന്നായിട്ട് കൂടിച്ചേരും. ഹോമോജീനിയസ് മിക്സ്ചറാണ്. എത്തനോളും വെള്ളവും നന്നായിട്ട് കൂടിച്ചേരും. മിസിബിൾ. അതുകൊണ്ട് ഹോമോജീനിയസ് മിക്സ്ചർ ഫോം ചെയ്യും. അപ്പോൾ ലിക്വിഡ് സൊല്യൂഷൻസ് ഏതാണ്? എത്തനോൾ ഇൻ വാട്ടർ അല്ലെങ്കിൽ മെത്തനോൾ ഇൻ വാട്ടർ. മണ്ണെണ്ണയും വെള്ളവും പറ്റില്ല. കാരണം എന്താ? മണ്ണെണ്ണയും വെള്ളവും എന്താണ്? ഇമ്മിസിബിൾ ആണ്, പരസ്പരം കൂടിച്ചേരില്ല. അത് ഹോമോജീനിയസ് മിക്സ്ചർ അല്ല, ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. അപ്പോൾ ഏതെങ്കിലും 2 ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ടാക്കില്ല. ആ 2 ലിക്വിഡുകളും നന്നായിട്ട് കൂടിച്ചേരണം, മിസിബിൾ ആയിരിക്കണം. ഈ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യാം. അടുത്ത ഗ്യാസ് ലിക്വിഡിൽ വരുന്നത് നമുക്കറിയാം. സോഡാ വെള്ളത്തിൻ്റെ ഉള്ളിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ഒളിച്ചിരിക്കുന്നത്. അപ്പം ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ സോഡാ വാട്ടർ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ. അപ്പോൾ ലിക്വിഡ് സൊല്യൂഷൻസ് 3 ടൈപ്പ് ഉണ്ട്. സോളിഡ് ലിക്വിഡിൽ, ഗ്യാസ് ലിക്വിഡിൽ. നേരത്തെ പറഞ്ഞ പോയിന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓൺലി കംപ്ലീറ്റ്ലി മിസിബിൾ ലിക്വിഡ്സ്. സ്പെല്ലിംഗ് ഒന്ന് ശരിയാക്കണം. ഓൺലി കംപ്ലീറ്റ്ലി മിസിബിൾ ലിക്വിഡ്സ് ഫോം ലിക്വിഡ് സൊല്യൂഷൻസ്. Partially miscible or incompletely miscible liquids do not form liquid solutions. Kerosene and water are immiscible, so they do not form liquid solution. അപ്പോൾ ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ ലിക്വിഡുകൾ നന്നായി കൂടിച്ചേരണം. ഈ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യണം, മറക്കരുത്. ഇനി ഒരു ടൈപ്പ് കൂടെ ഉണ്ട്, നോക്കാം. ഏതാണ്? ഗ്യാഷിയസ് സൊല്യൂഷൻ. Give the type of gaseous solutions. സോൾവെൻ്റ് ഗ്യാസാണ്. ഗ്യാസ്. സൊല്യൂട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുക. സോളിഡ് ഗ്യാസിൽ, ലിക്വിഡ് ഗ്യാസിൽ, ഗ്യാസിൽ. സോളിഡ് ഗ്യാസിൽ വരുന്നത് നമുക്കൊരു എക്സാമ്പിൾ പറയാം. ക്യാംഫർ ഇൻ നൈട്രജൻ. ഒരു ക്ലോസ്ഡ് വെസൽ, അതിൽ നൈട്രജൻ എടുത്തു, അതിൽ കർപ്പൂരം വെച്ചിരുന്ന അതിൻ്റെ ഉള്ളിൽ, ആ വെസലിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സൊല്യൂഷൻ ഈ ടൈപ്പായിരിക്കും. ക്യാംഫർ ഇൻ നൈട്രജൻ. അല്ലെങ്കിൽ ക്യാംഫർ ഇൻ എയർ എന്ന് പറഞ്ഞാലും മതി. ക്യാംഫർ ഇൻ എയർ. ഒരു പാത്രത്തിൽ കർപ്പൂരം വെച്ചു, പാത്രം നമ്മൾ അടച്ചു വെച്ചു. അപ്പോൾ കർപ്പൂരത്തിൻ്റെ പാർട്ടിക്കിൾസ്, ക്യാംഫറിൻ്റെ പാർട്ടിക്കിൾസ് ആ വായുവിൽ ഉണ്ടായിരിക്കും. അപ്പോൾ സോളിഡ് ഗ്യാസിൽ വരുന്നതാണ്. കർപ്പൂരത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, സബ്ലിമേഷൻ കാണിക്കും. സോളിഡ് ഡയറക്റ്റായിട്ട് ഗ്യാസായിട്ട് മാറും. നമ്മൾ പഠിച്ചിട്ടുള്ള പ്രത്യേകതയാണ്.
അപ്പോൾ ക്യാംഫർ നൈട്രജനിൽ വെച്ചിരുന്നാൽ അല്ലെങ്കിൽ എയറിൽ വെച്ചിരുന്നാൽ ഉണ്ടാകുന്ന ടൈപ്പ് ഏതാണ്? സോളിഡ് ഗ്യാസ് സൊല്യൂഷനാണ്. ലിക്വിഡ് ഗ്യാസിൽ വരും അന്തരീക്ഷ വായുവിലെ ജലബാഷ്പം, ഈർപ്പം, മോയ്സ്ചർ. ലിക്വിഡ് ഗ്യാസ് അല്ലേ, അന്തരീക്ഷ വായുവിലെ ജലബാഷ്പം. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഗ്യാസിൽ വരണം. എയർ എന്ന് പറയുന്നത് അല്ലേ ഒരുപാട് വാതകങ്ങൾ കൂടിച്ചേർന്നാണ്. കൂടുതലുള്ളത് നൈട്രജനാണ്. അപ്പം നൈട്രജനെ സോളുവൻ്റായി കരുതാം, മറ്റു വാതകങ്ങളെ സൊല്യൂട്ടായി കരുതാം. അപ്പം എയർ എന്ന് പറയുന്നത് ഗ്യാസ് സൊല്യൂഷൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ സോളിഡ് സൊല്യൂഷൻ 3 എണ്ണമുണ്ട്, ലിക്വിഡ് സൊല്യൂഷൻ 3 എണ്ണമുണ്ട്, ഗ്യാഷ്യസ് സൊല്യൂഷൻ 3 എണ്ണമുണ്ട്. ആകെ 9 എണ്ണം. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കി വയ്ക്കണം, തെറ്റാതെ എഴുതണം. ഓക്കെ, ഒരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കൂ. സൊല്യൂഷൻസിൽ സോൾവെൻറ്റിനെ നമ്മൾ എ എന്നാണ് ബുക്കുകളിൽ കാണിക്കുക. ചില ബുക്കിൽ 1 എന്ന് കാണിക്കും. അപ്പോൾ എ എന്ന് കണ്ടാൽ സോൾവെൻ്റ് ആണ്, അല്ലെങ്കിൽ 1. സൊല്യൂട്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ബി അല്ലെങ്കിൽ 2 എന്നാണ്. അപ്പോൾ ചില ബുക്കുകളിൽ ബി എന്നായിരിക്കും, ചില ബുക്കുകളിൽ 2 എന്നായിരിക്കും. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണം. സോൾവെൻറ്റിന് എ അല്ലെങ്കിൽ 1, സൊല്യൂട്ടിന് ബി അല്ലെങ്കിൽ 2. അപ്പോൾ സൊല്യൂഷൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ തീർന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.